നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി 4 നാൾ മാത്രം. തുടർഭരണത്തെക്കുറിച്ചും ഭരണമാറ്റത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കുമ്പോൾ ആരു ഭരണത്തിൽ കയറിയാലും വലിയ മാറ്റമൊന്നുമില്ലെന്ന് കരുതുന്നവരും ഏറെയാണ്. സാധാരണക്കാർക്കുള്ള സേവനങ്ങളും ജീവിത പശ്ചാത്തലങ്ങളും കൂടുതൽ മെച്ചമാക്കാനുള്ള കാര്യങ്ങളും ഭരണകർത്താക്കൾ ചെയ്യണമെന്ന ആഗ്രഹമാണ് സാധാരണ ജനങ്ങൾക്കുള്ളത്. ജനക്ഷേമ പ്രവർത്തനം മുൻനിർത്തിയാണ് ഭരണത്തെക്കുറിച്ച് ജനം ശ്രദ്ധിക്കുന്നത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഭരണമാറ്റം നല്ലതാണ്. തോളിച്ചാടി ഇനി കിട്ടുന്ന ബ്ലേഡ് മാഫിയ മറ്റുപോലൊക്കെ കയ്യിലോട്ട് പോകും. ഭരണമാറ്റം തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള സാധാരണക്കാർ ആഗ്രഹിക്കുന്നതാണ് ഭരണമാറ്റം. കേരളത്തിൽ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരണം. ഭരണമാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ആര് ഭരിച്ചാലും നന്നായാൽ മതി. ഭരണം മാറണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭരണ തുടർച്ച തന്നെയാണ് നല്ലത്. ഇനി ഒരു ഭരണം മാറി വന്നു കഴിഞ്ഞാൽ എല്ലാം കുളമായി മാറും. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു ഭരണം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ മാറ്റത്തിൻ്റെ അല്ല ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവർക്കും ഗുണപ്രദമായ രീതിയിൽ വരിക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പ്രത്യേക പാർട്ടിക്കാരനൊന്നും അല്ലെങ്കിലും ഞാനത് ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ പ്രത്യേകം ഒന്നും എനിക്ക് പറയാനില്ല. എന്നാൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇടതു വലതു ഭരണവും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ കടന്നുവരവുമാണ് ചർച്ചയാവുന്നത്. തുടർഭരണത്തിൽ 3ാം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും എത്തുന്നത് ഇടതുപക്ഷം ആഗ്രഹിക്കുമ്പോൾ ഭരണമാറ്റത്തിലൂടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണകൂടം ഭരണത്തിലെത്തണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. എന്നാൽ LDF-നും UDF-നും കേവല ഭൂരിപക്ഷമില്ലാതെ ദൃശ്യങ്കൂലാകുന്ന ഭരണത്തിന് തങ്ങളുടെ പിന്തുണ വേണ്ടിവരുമെന്ന് NDA പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലുകളുടെ 4 ദിനരാത്രങ്ങളാണ് മുന്നണികൾക്ക് കടന്നുപോകാനുള്ളത്. മെയ് 4-ന് ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ജയപരാജയങ്ങൾക്കിടയാക്കിയ അടിയൊഴുക്കുകളുടെ കണക്കെടുപ്പിനും വിചാരണയ്ക്കും വഴിമാറും.